നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഒരാളുടെ കയ്യിലെ രേഖകളും ആകൃതിയും നോക്കി അയാളുടെ ഭാഗ്യനിർഭാഗ്യങ്ങളും രോഗവും ആയുസ്സുമെല്ലാം തന്നെ നിർണയിക്കുന്ന ശാസ്ത്രമാണ് ഹസ്തരേഖാശാസ്ത്രം. ഒരാളുടെ കൈരേഖകൾ പോലെ മറ്റൊരാൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല, ഇരട്ട കുട്ടികൾക്ക് പോലും. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രം ഫിംഗർ പ്രിന്റിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. ജപ്പാനിലെ ക്യാബ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയത് അമ്മയുടെ ഗർഭാശയത്തിൽ ഭ്രൂണം പൂർണ്ണരൂപം കൊള്ളുമ്പോൾ ഹസ്തരേഖകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാണ്. ഈ രേഖകൾ പരിശോധിച്ചാൽ ഹൃദ്രോഗികളെയും മറ്റും എളുപ്പത്തിൽ തിരിച്ചറിയുവാനും രോഗനിർണയം നടത്തുവാനും കഴിയുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കിയിരുന്നു. അതെ, നമ്മുടെ ഭാരതമാണ് ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ഉദ്ഭവ കേന്ദ്രം. ഭാരതത്തിലെ പുരാതന മഹർഷി ശ്രേഷ്ഠന്മാരുടെ നിരന്തര ശ്രമഫലമാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ നിലയിലെ നേട്ടത്തിന് കാരണം. അവർ അന്നു തന്നെ മനസ്സിലാക്കിയിരുന്നു, ഒരാളുടെ രേഖ പോലെ ഒരിക്കലും മറ്റൊരാൾക്ക് രേഖകൾ ഉണ്ടാവുകയില്ല എന്ന്. BC 350 ഹസ്തരേഖാശാസ്ത്രത്തിനെ സംബന്ധിച്ച ഒരു ഉപന്യാസം മഹാനായ അരിസ്റ്റോട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കൈപ്പത്തിയിൽ സാധാരണ ഉള്ളതും കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുമായ രേഖകളെ പരിഗണിച്ച് ഫലം ചിന്തിക്കുന്ന ശാസ്ത്രമാണ് ഹസ്തരേഖാശാസ്ത്രം എന്ന് പറഞ്ഞല്ലോ. 7 വർഷത്തിൽ ഒരിക്കൽ കയ്യിലെ രേഖകൾക്ക് മാറ്റം സംഭവിക്കുമെന്നാണ് ഹസ്തരേഖാശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പറയുന്നത്. രേഖകൾക്ക് പൂർണ്ണമായ മാറ്റം സംഭവിക്കുമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. മറിച്ച് രേഖകൾ മുറിയുകയോ തേയ്മാനം സംഭവിക്കുകയോ പുതിയ അടയാളങ്ങൾ വല്ലതും ഉണ്ടാവുകയോ ചെയ്യും എന്നാണ്. ഇത്തരം മാറ്റങ്ങൾ വ്യക്തിയുടെ ഭാവി ജീവിതത്തിൻ്റെ ഗതിയെ കാണിച്ചു കൊടുക്കുന്നു. ഒന്ന് മനസ്സിരുത്തി ശ്രമിച്ചാൽ നിങ്ങൾക്കും ഈ ശാസ്ത്രം തെറ്റില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ വരുവാൻ പോകുന്ന രോഗദുരിതങ്ങളെയും അപകടങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കി വേണ്ടതായ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും സാധിക്കുന്നതാണ്. ഹസ്തരേഖ നോക്കുമ്പോൾ ഒരു ക്രമത്തിൽ ചിന്തിച്ചു തുടങ്ങുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കൈയുടെ ആകൃതി, നിറം, തള്ളവിരൽ, കൈരേഖകൾ, പുറംകൈ ഈ ക്രമത്തിൽ വേണം പരിശോധിക്കുവാൻ. ജാതകത്തിലെ ഗ്രഹനില പോലെ തന്നെ നമ്മുടെ ഉള്ളം കൈയിലും 12 രാശികൾ അടങ്ങിയ രാശിചക്രമുണ്ട്. അതും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഒപ്പം വിരലുകളും നഖങ്ങളും കൂടി പരിശോധിച്ചാൽ ഏറെക്കുറെ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ആയുർരേഖ, ആരോഗ്യരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ, വിവാഹരേഖ തുടങ്ങിയ രേഖകളും വ്യാഴമണ്ഡലം, കുജമണ്ഡലം തുടങ്ങിയ മണ്ഡലങ്ങളും ആ രേഖകളുടെ കനവും നീളവുമെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ആ വ്യക്തിയുടെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇത് മനസ്സിലാക്കേണ്ട രീതിയെക്കുറിച്ച് ലളിതമായി ഇനിവരും വീഡിയോകളിൽ കൂടി വിശദമായി മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.